all, welcome back to yet another vlog. ഈ ഒരു വീഡിയോ എടുത്തത് ഫ്രൈഡേ ആണെങ്കിലും പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പുറത്ത് വരാൻ ഒരു 2-3 ദിവസം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് കുറച്ചധികം പ്ലാൻസ് ഉള്ള ഡേ ആയതുകൊണ്ടും പിന്നെ ബിരിയാണി കഴിക്കാൻ പുറത്തു പോകണ കാരണം കൊണ്ടും ഐ ഡിസൈഡഡ് ടു വ്ളോഗ് മൈ ഡേ. സോ വെൽക്കം ടു മൈ ഫ്രൈഡേ വ്ളോഗ്. ഈ വെള്ളിയാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം ഈ വെള്ളിയാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കണതേ എന്താ ഉണ്ടാക്കുക, മന്തി ഉണ്ടാക്കണോ ബിരിയാണി ഉണ്ടാക്കണോ എന്നൊക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കാം ഷോപ്പിങ്ങിന് തന്നെ പോവുക. ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതേപോലെ പുറത്തുള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യം, ഫ്രൈഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യലും ഈ സ്പെഷ്യൽ ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഒന്ന് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പുറത്ത് പോകാൻ വിചാരിച്ചു. കാരണം എന്താണെന്നറിയോ, എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല മടിയായിരിക്കുക. അപ്പോൾ പിന്നെ പോകുമ്പോൾ തന്നെ വീട് ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടും. എനിക്ക് നല്ല സന്തോഷം കിട്ടലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്നാന്നറിയില്ല കുറേ പണികളും അതേപോലെ ഇറങ്ങേണ്ട നേരമായി കഴിഞ്ഞാൽ ഒരു ധൃതിയും പൊരിച്ചിലൊക്കെയാണ്. അപ്പോൾ പരമാവധി എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്ത് തീർത്തിട്ട് ഞാൻ കാരണം കൊണ്ട് ലേറ്റ് ആവണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിനൊന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് സമാൻ ഖാനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക് പോകാമല്ലോ. മിക്കവാറും ഞങ്ങളുടെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പറയണത് പുട്ടോ അല്ലെങ്കിൽ നീർദോശയൊക്കെ ആയിരിക്കുക. പക്ഷെ ഇത് ഇന്നലത്തെ KFC ബാക്കിയുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെയും KFC തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരിക്കണത്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഞാനല്ല കേട്ടോ, സമാൻക്കയാണ്. കുറേ ആയിട്ട്, അതായത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സമാൻക്ക് തന്നെ ഉണ്ടാക്കി തരല്ലേ. പക്ഷെ ഇന്ന് വ്ളോഗ് എടുക്കണ കാരണം കൊണ്ടും പിന്നെ KFC ഫ്രിഡ്ജിൽ ഇരിക്കണ കാരണം കൊണ്ടും ഞാൻ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു തട്ടിക്കൂട്ട് ബർഗറും കഴിച്ചിട്ട് പള്ളി പോണതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് വേഗം പോയി ഫ്രഷ് ആയിട്ട് വന്നു. കാരണം ഇനിയിപ്പോൾ ജുമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീരെ സമയം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകണമെങ്കിൽ കറക്റ്റ് ഒരു ടൈമിൽ എത്തിക്കഴിഞ്ഞാലല്ലേ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇടയിൽ കൂടെ ചെയ്തിട്ട് ഇസാനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവളുടെ പാലൊക്കെ കൊടുത്ത് വയർ നിറച്ചിട്ട് അവളെ അങ്ങനെ കടത്തി ഇറക്കി കേട്ടോ. അപ്പോൾ പിന്നെ ജുമ പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ എടുത്തിട്ട് നേരെ പോയാൽ മതിയല്ലോ. സാധാരണ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ ഉണരുന്ന ആളാണ്, പക്ഷെ എന്നാണെങ്കിൽ അവൾ നല്ല ഉറക്കം, ലാസ്റ്റ് ഉറക്കത്തിന് എടുത്തു കൊണ്ടേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ പറഞ്ഞ ടൈമിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരു തുള്ളി പോലും ലാഗ് വരുത്താണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോണത് അസേബിയൽക്കാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെ മാമയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മാമാനെ പിക്ക് ചെയ്തതിന് ശേഷം റൂവിക്ക് പോകാൻ വിചാരിച്ചു. റൂവിൽക്ക് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഒരു പകുതി എത്തി കഴിഞ്ഞപ്പോഴേക്കും ഇസാൻ്റെ സ്വഭാവമൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി മെല്ലെ കാർ സീറ്റിൽ ഇരുത്തലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരു കിൽക്കും കൂടെ കൈ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. മസ്കറ്റിലുള്ളവർക്ക് ഈ ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. കാരണം ഈ ഒരു സ്പോട്ട് 2 കാര്യത്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്. 1 ബിരിയാണിക്കും, 2 വൈകുന്നേരത്തുള്ള ചായക്കടിക്കും. ഞങ്ങളിവിടെ എത്തുമ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു ബിരിയാണി കഴിക്കാനുള്ളൊരു തിരക്ക് കാരണം കൊണ്ട് 15 മിനിറ്റ്സ് കാത്തിരുന്നിട്ടാട്ടോ ഞങ്ങൾക്ക് ഈ ബിരിയാണി കിട്ടിയിരിക്കുന്നത്. ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസനെ മെല്ലെ ചെയറിലിരുത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതുവരെ ഈ ഒരു ബിരിയാണി കഴിക്കാത്തവർ മസ്കറ്റിലുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ബിരിയാണിയാണ്. ഇതിൻ്റെ ഉള്ളത്തെ ആംബിയൻസേ വേറെയാണ്, ഒരു കല്യാണ വീട്ടിൽ പോയൊരു ഫീലാണ്. പായസം കുടിച്ചാലും നമുക്ക് തരിപ്പുള്ള എന്തെങ്കിലും കുടിച്ചാലല്ലേ ബിരിയാണി ദഹിക്കുള്ളൂ. കൂട്ടത്തിൽ ഈ ജീരക മുട്ടായും കൂടെ പെറുക്കിയിട്ടാട്ടോ പുറത്തേക്ക് വന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ച ആ ഒരു സന്തോഷത്തിൽ ഇനി നേരെ വീട്ടിലേക്ക് പോണത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു പേപ്പർ കപ്പും കൊണ്ടാണ് വന്നിക്കണത് അവളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ കൂടെ അവളുടെ കുരുത്തക്കേട് വേറെ കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇസാക്ക് മാമാനെ കാണുമ്പോൾ ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് അവൾ നല്ലപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു. മാമ വിളിക്കുമ്പോൾ ചിരിക്കുക, മാമാൻ്റെ അടുത്ത് പോവുക, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ
അപ്പോൾ മാമ പോണതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് അവളെ കുറച്ച് നേരം ഫ്രണ്ടിലേക്ക് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൾ ബാക്കിലേക്ക് വരുന്നില്ല. എന്തൊക്കെ ആയാലും അവൾ ഇത്രയും നേരം സഹകരിച്ചത് തന്നെ വലിയ കാര്യം കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് അധികം നേരമായിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഉറങ്ങാനുള്ള ടൈമും ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് അവളുടെ സ്വഭാവം ഒന്ന് ലാസ്റ്റേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കരഞ്ഞൊക്കെ തുടങ്ങി. വീട്ടിലെത്തിയതും ആദ്യം തന്നെ ഇസാൻ ഉറക്കി കഴിഞ്ഞാൽ കേട്ടോ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ആ പണിയും കൂടെ ചെയ്തു വെച്ചു. ഈ ഫ്രൈഡേസിൽ മാത്രമേ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഈ ഷൂട്ടിംഗ് ഒക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇസാനെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. B11 കുറച്ചധികം ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു ഡെസേർട്ട് ആട്ടോ ഇത്. അൽകഷ്ക എന്ന് പറയും. സംഭവം ഒരു ബ്രൗണി ലെയറും ക്രീം ചീസും മുകളിൽ ബിസ്ക്കറ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ റീലായിട്ടോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ ഇസൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവളൊന്ന് എണീറ്റതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അസേബയിൽ തന്നെ കാർ ഡ്രിഫ്റ്റിംഗ് നടക്കേണ്ടി വേണ്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. നോക്കുമ്പോൾ ഫൈനൽസ് വരുന്നത് നെക്സ്റ്റ് തേഴ്സ്ഡേയും ഫ്രൈഡേയാണ്. എനിക്കിങ്ങനെ കാറുകളിനോടും പിന്നെ ഇങ്ങനെ കാർ റേസിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്തോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിലിരുന്ന് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ടാട്ടോ. ഈ ടയറൊക്കെ ഇങ്ങനെ ഉരക്കണ ഭയങ്കര സൗണ്ടും എന്തൊക്കെയോ സൗണ്ടുകളുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കരയും ഈ സൗണ്ട് കാരണം കൊണ്ട്. പക്ഷെ അവളും നല്ല അടിപൊളിയായിട്ട് വാച്ച് ചെയ്തിട്ടിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങി. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാറിൻ്റെ ബാക്കിൽ നിന്ന് പുക വരുന്നൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ ഇസാൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കണം. അവളുടെ മേലെഴുകലും അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൾ മുണ്ടാണ്ട് കുറച്ച് നേരം കിടക്കും. മറ്റാൾക്ക് ഇപ്പോൾ തന്നെ ഉറക്കമൊന്നുമില്ല. ഉറക്കൊക്കെ പോയിക്കണം അവളുടെ പുറത്തൊക്കെ പോയി വന്നപ്പോൾ. അപ്പോൾ അവളുടെ അവിടെ ബാസിനെറ്റിൽ കിടത്താൻ വിചാരിച്ചു കേട്ടോ. ഉച്ചക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കഴിച്ച കാരണം കൊണ്ട് തന്നെ പിന്നെ വീട്ടിലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടും ലൈറ്റായിട്ട് കട്ട് ഫ്രൂട്ട്സ് മാത്രമാണ് ഇന്ന് രാത്രികാലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വേറൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.